ഹലോ അമിഗോസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ എരമല്ലൂരുള്ള ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. തോട്ടപ്പള്ളി എന്നാണ് പേര്. അപ്പോൾ അവിടെ നമ്മൾ ഇന്നൊരു സോങ് ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊരു പുലരി എന്ന് പറഞ്ഞ സോങ്, ഷബിൻ എന്ന് പറഞ്ഞ ആൾ കമ്പോസ് ചെയ്തിട്ടുള്ള പുലരി എന്ന് പറഞ്ഞ സോങ്ങിൻ്റെ ഷൂട്ടിന് ചെറിയൊരു റീൽ എടുക്കാനായിട്ടാണ് പോണത്. അവിടെ അത് ചെയ്യണത് ഞാൻ, അനുപേട്ടൻ, പിന്നെ ജിഷ്ണു. അതിൻ്റെ മോഡലായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഇൻഫ്ലുവൻസറാണ്, സോഷ്യൽ മീഡിയയിലേക്ക് അത്യാവശ്യം ഇപ്പോൾ തിളങ്ങിയേക്കുന്ന ആളാണ്, വിദ്യാ ശ്രീരാജ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരിയാണ് ഈ അമ്പലം സജസ്റ്റ് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരിയുടെ വീടും, അതായത് ഹസ്ബൻഡിൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങളപ്പോൾ ഏകദേശം അമ്പലത്തിൻ്റെ റൂട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി വീട്ടിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ്, അപ്പോൾ അനുവേട്ടനെ അവിടെ ചായ കുടിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ നൈസായിട്ട് ചായ കുടിച്ചിട്ട് അനുവേട്ടനെ അവിടെ നിർത്തിയിട്ട് ഞങ്ങളിപ്പോൾ ചേച്ചിനെ പിക്ക് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഗൈസ്, ഞങ്ങളങ്ങനെ നായികനെ കണ്ടുപിട്ടിരിക്കുകയാണ് ഗൈസ്. വിദ്യ ചേച്ചി, ഇതാണ് വിദ്യ ചേച്ചിയുടെ ഹസ്ബൻഡ്. ഇതാണ് അവരുടെ വീട്. അപ്പോൾ ഞങ്ങളെന്തൊരു അമ്പലത്തിന് അങ്ങോട്ട് പോട്ടെ. ബൈ ബൈ ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം. നല്ല നൈസ് അമ്പലം കേട്ടോ. എന്ന് വെച്ചാൽ ഒരു പഴമയൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു അമ്പലം. നല്ല രസമുണ്ട്. എന്തായാലും ചേച്ചിയുടെ സെലക്ഷൻ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ചേച്ചിയാണ് ഇത് സജസ്റ്റ് ചെയ്തത്, ഈ ഒരു അമ്പലം. പുള്ളിക്കാരുടെ വീടിൻ്റെ അടുത്തുണ്ട് ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു അമ്പലം തന്നെ നോക്കി നടന്നത്, പക്ഷേ കറക്റ്റ് ഇങ്ങനത്തെ ഒരു അമ്പലം തന്നെ കിട്ടി. നമുക്ക് ഇവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കുറച്ച് ഷൂട്ട് ചെയ്യാനുണ്ട്. അതിനൊരു അപേക്ഷയെ കൊടുക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഭാഗമൊക്കെ ഉണ്ടോ, ഇനി അങ്ങോട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഷൂട്ട് ചെയ്യാനൊക്കെയാണ് പ്ലാൻ. ഗൈസ്, ഇതാണ് അമ്പലത്തിൽ നിന്ന് നമ്മൾ ഷൂട്ടിന് വേണ്ടി ഇങ്ങോട്ട്, ഞാൻ അവിടെ ഒന്നും കാണിച്ചിരുന്നില്ല, ആ വഴിയാണിത്. അപ്പോൾ ആ വഴി ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു ഇവിടെ ഒരു ശില്പിയുടെ വീടുണ്ടെന്ന് പറഞ്ഞു. ഇതാ ശില്പിയുടെ വീട്ടിലേക്ക് പോണ വഴിയാണ്. വീട് ഞാൻ കാണിച്ചു തരും, ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പുള്ളിക്കാരൻ അത്യാവശ്യം ഫേമസ് ആണ്. ഗൈസ്, ആ കണ്ടില്ലേ, അതാണ് ആ ശില്പിയുടെ വീട്. വെറൈറ്റി ഒരു ഡിസൈനാണ് കേട്ടോ. സംഭവം നല്ല രസമുണ്ട് കാണാൻ. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സംഭവം നൈസായിട്ടുണ്ട്. ദേ ഷൂട്ടിനുള്ളവർ വന്നുകൊണ്ടിരിക്കുന്നു. ഈ പാലം കണ്ട നൈസല്ലേ, എസ്തറ്റിക് പാലം. അവരിതേ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ അവിടെ എത്തിയിട്ട് അവരുടെ ഷൂട്ട് എടുക്കാനുള്ള പരിപാടിയാണ്. ഞാൻ എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ. ഗൈസ്, ഞങ്ങളങ്ങനെ ഫസ്റ്റ് ഷൂട്ടിംഗ് ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ടേക്ക് പോകാൻ ടൈമായി. വിത്ത് ജിഷ്ണു. അവിടെ പുഴ, ബാക്കിൽ പുഴയുണ്ട്. നമുക്ക് ഇത് ടേക്ക് കഴിഞ്ഞിട്ട് അവിടെ പോയി കാണാം. ഇപ്പം ഞങ്ങൾ ആ വഴിയുടെ ഏറ്റവും അറ്റത്ത് വന്നിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടാ പ്രകൃതി മനോഹാരിത. ഇവിടെ ആ ഒരു പുഴയൊക്കെ ഉണ്ടാ, നല്ല ഫീല്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു കാം ഫീല്. കൊള്ളാം, ഇഷ്ടമായി. ഗൈസ്, ഞങ്ങൾ അമ്പലത്തിൻ്റെ ചുറ്റുമതിലിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് അമ്പലത്തിൻ്റെ ചുറ്റുമതിലിൻ്റെ ഉള്ളിൽ. അവരവിടെ ഷൂട്ട് ചെയ്യണം. ഇത് എടപ്പള്ളി തമ്പുരാൻ്റെ അമ്പലമാണ്. ഇവിടെ നാട്ടുകാർക്ക് 9 പേർക്ക് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അമ്പലം നടത്തിപ്പിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോഴും എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എടപ്പള്ളി തമ്പുരാൻ തന്നെയാണ്. ഇവിടുത്തെ ഭരണസമിതി ഉണ്ടാക്കി അവിടെ ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന വിഗ്രഹം എന്ന് പറഞ്ഞാൽ ബാലഗോപാലമൂർത്തിയാണ്. അവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ കുട്ടികളെ കുളിപ്പിക്കുക, ബാലസ്നാനം, പാൽപ്പായസം, കോഴി പറപ്പിക്കൽ, ഇതൊക്കെയാണ് പ്രധാന വഴിപാടുകൾ. പിന്നെ കൊച്ച് പ്രസവിച്ച് ഒരു 90 ആയി കഴിയുമ്പോഴത്തേക്കും കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ ഭഗവാന്റെ അഭിഷേകം ചെയ്ത എണ്ണയും വെള്ളവും ഉപയോഗിച്ച് ബാലസ്നാനം നടത്തുന്നു. നേരയ്ക്ക് നേരെയുള്ള ആൽച്ചുവട്ടിൽ വെച്ചാണ് നടത്തുന്നത്. തല തോർത്താറില്ല, പഠിച്ചു കളഞ്ഞ് നെറുകയിലും നൂതി അതേപടി അകത്ത് കൊണ്ട് തൊഴിയിച്ച് പുറത്ത് കൊണ്ടുവന്ന് വെണ്ണ കൊടുക്കുകയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. പിന്നെ കൊച്ചുങ്ങൾക്ക് പക്ഷിപീഡനം ഉണ്ടാകുമ്പോൾ അത് മാറാനായിട്ട് കോഴിയെ പറപ്പിക്കലെന്നൊരു ചടങ്ങ് കൂടെയുണ്ട്. ഭഗവാന്റെ നടക്കയിൽ നിർത്തി കോഴിയെ 3 പ്രാവശ്യം കുട്ടിയുടെ മുഖത്തൊഴിഞ്ഞ് വടക്കോട്ട് പറപ്പിക്കുക, അത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. പിന്നെ ഭഗവാന്റെ പ്രധാന വഴിപാട് പാൽപ്പായസം. ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിന് ചുറ്റുപാടുള്ള എല്ലാ സോങ്ങിൻ്റെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു, എല്ലാ ഷൂട്ട് കഴിഞ്ഞ് പാക്കപ്പ് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഷൂട്ട് ഇത്രയും സെറ്റപ്പാക്കി തരാനായിട്ട് ഞങ്ങൾ സഹകരിച്ച അമ്പലത്തിലെ കമ്മിറ്റി അംഗങ്ങളോടും ഈ അമ്പലം ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത വിദ്യ ചേച്ചിയോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിക്കോ.